ഭർത്താവിനെ ബെഡ്റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതിയോ? ഭാര്യയ്ക്ക് ചില ഡ്യൂട്ടികളൊക്കെ ഇല്ലേ? ഇപ്പം ഈ മുഖത്തുള്ള ഭാവമില്ലേ, ഈ നാണം കലർന്ന ഭാവം, അത് കണ്ടു നിൽക്കാൻ എന്ത് ചന്തമാണെന്നറിയോ? ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരാൾ മുകളിലില്ലേ, ദൈവം. ഇത്രയും കാലം ദൈവത്തിനനുസരിച്ചല്ലേ കൃഷ്ണയും തങ്കവും ജീവിച്ചത്. ഇനി അങ്ങനെ തന്നെ മതി. തങ്ക സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. ഓക്കെ. മൂർത്തി, അനിയനെല്ലാം ഫിക്സ് ചെയ്തു. കൂട്ടുകാരന്റെ മകനുമായിട്ട് മകളുടെ വിവാഹം നടക്കുന്നതോടെ അവൻ ഹാപ്പി ആയിരിക്കും, അവന്റെ മകളും. പക്ഷെ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ ഇല്ലാതാകുന്നത് അതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മാഡം? അനിയൻ സാറ് സ്വത്ത് മുഴുവൻ കൃഷ്ണയുടെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞില്ലേ? പിന്നെ സത്യവതി മാഡം പറഞ്ഞ അടുത്ത കാര്യം, കൃഷ്ണയെ പോലെ വേറൊരുത്തി. അതാരാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ടായിട്ടില്ല. എല്ലാം നമ്മൾ അറിയാതെ നടക്കുന്നുണ്ടാ. അതും ശ്രീനിവാസ സാർ അറിഞ്ഞുകൊണ്ടുള്ളൊരു കളിയാ. എനിക്കറിയില്ല മൂർത്തി. തൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത് നാളത്തെ വിവാഹ നിശ്ചയം മുടക്കുന്നതിനെ കുറിച്ചാ. എങ്ങനെ? മോതിരം കൈമാറാൻ അവളുണ്ടാവാൻ പാടില്ല. നാളെ മോതിര കൈമാറ്റത്തിന് പകരം ഇവിടെ അവളുടെ മരണച്ചടങ്ങ് നടക്കണം. അതല്ലാതെ വിവാഹം നടന്നാൽ അവളുടെ അടുത്ത തലമുറ ഉണ്ടാവും. പിന്നെ അനിയന്റെ സമ്പത്തിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മറിച്ചാണെങ്കിലോ, മകൾ ചത്തുപോയാൽ ജീവിതകാലം മുഴുവനും അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോ എല്ലാം വേണ്ടാന്ന് വെച്ച് നാടും വിടും. അപ്പൊ പിന്നെ ഞാൻ തന്നെയായിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെ അവകാശി. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കണം. ഇന്ന് രാത്രി കൊല്ലണം അവളെ. ഇന്നീ പുഴയോരം വീട്ടിൽ ഒരു അറ്റാക്ക് നടക്കണം. കൊലയാളികൾ ഈ വീട്ടിലേക്ക് പാഞ്ഞു കയറി അവളുടെ ജീവൻ എടുക്കണം. പറ്റോ മൂർത്തിയെ കൊണ്ട്? മാഡം പറഞ്ഞ എന്റെ തീരുമാനം അത്. അതിന്റെ മുകളിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാണോ ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടത്? കള്ളക്കഥകൾ ഉണ്ടാക്കിയും തമ്മിൽ പിരിച്ചും ആ തെറ്റിദ്ധാരണയുടെ മുകളിൽ ഇപ്പോഴും അവരെ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? വെട്ടിയെറിയേണ്ടത് കൃത്യസമയത്ത് തന്നെ ചെയ്തിരിക്കണം. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേ. ഇന്ന് പാതിരാത്രി, അതാണ് നമുക്ക് ജയിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം. നാളെ നേരം വെളുക്കുമ്പോ കൃഷ്ണ ജീവനോടെ ഉണ്ടാവരുത്. അവന്റെ അടുത്തേക്ക് ചെല്ലാത്തത്? ഒന്നുമില്ല. എന്നാ ചെല്ല്. അവനോട് അതൊക്കെ മതിയാക്കിട്ടെ ചെന്ന് ഉറങ്ങാൻ പറയും. ഇത് ആണുങ്ങളുടെ ഒരു രീതിയാ മോളെ. ബിസിനസിന്റെ കാര്യത്തിലേക്ക് കയറിയ പിന്നെ നേരം വെളുക്കുന്നത് വരെ വേണമെങ്കിലും അതേ ഇരിപ്പ് തന്നെ ഇരുന്ന് കളയും. അപ്പൊ നമ്മള് ഭാര്യമാര് വേണം അറിഞ്ഞ് പെരുമാറാൻ. മോളെ ചെല്ല്. നവീൻ ജോലി കഴിയുമ്പോ വരട്ടെ അമ്മേ. എന്റെ മോളെ ഒന്ന് ചെല്ല്. അവന്റെ ബിസിനസ് ഭ്രാന്ത് എനിക്കറിയാവുന്നതല്ലേ. ഇപ്പൊ എവിടെയാ ഇരിക്കുന്നതെന്ന് പോലും ഒരു ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മ പറയുന്നേ, നീ ചെല്ലു മോളെ. ശരി. എന്താ
ആ, അമ്മ പറഞ്ഞു എന്തു പറഞ്ഞു? ആ, ജോലി മതിയാക്കി വന്ന് കിടക്കാൻ. എന്നിട്ട് അമ്മയോടെ? അമ്മ ദേ ഏ ആ, അല്ല അമ്മ അവിടെ ഉണ്ടായിരുന്നു. അല്ല അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതിന് താനെന്തിനെ പേടിച്ച് സംസാരിക്കുന്നത്? ഞാനിങ്ങനെ ഓവർനൈറ്റ് ജോലി ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയുടെ വിഷമം എന്താണെന്നറിയോ? ഉറങ്ങില്ലെങ്കിലേ കണ്ണിന്റെ താഴെ പാട് വരും, മുഖത്ത് സൗന്ദര്യം പോകുന്നൊക്കെ പറയാം. എന്തായാലും താമെന്ന് വിളിച്ചതല്ലേ, ഇന്നത്തെ ജോലി മതിയാക്കാം. ആ അയ്യോ, ഞാൻ വിളിച്ചതുകൊണ്ട് മതിയാക്കണ്ട. അത്യാവശ്യ കാര്യമാണെങ്കിൽ അത് ചെയ്തിട്ട് പെട്ടെന്ന് റൂമിലേക്ക് പോയാൽ മതി. അപ്പൊ താനോടെ പോ. ഞാൻ താൻ എങ്ങോട്ടും പോകുന്നില്ല. ഇനി നമ്മള് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. എടോ, ഇതിനെത്ര ടെൻഷൻ അടിക്കുന്നത്? എന്റെ അമ്മോ, എനിക്ക് ഡുവൽ പേഴ്സണാലിറ്റി കാണുമ്പോഴാണ്. അതെ, ഞാനേ 2 എക്സ്ട്രീമുള്ള ഗാഥയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊട്ടെ, തൽക്കാലം നമുക്കതിപ്പോൾ ചർച്ച ചെയ്യണ്ട. പകരം നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകാം. വാടോ. അയ്യോ, എന്തെങ്ങനെ നോക്കുന്നത്? ഭർത്താവിനെ ബെഡ്റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതിയോ? ഭാര്യയ്ക്ക് ചില ഡ്യൂട്ടികളൊക്കെ ഇല്ലേ? ഇപ്പം ഈ മുഖത്തുള്ള ഭാവമില്ലേ, ഈ നാണങ്ങളർന്ന ഭാവം, അത് കണ്ടു നിൽക്കാൻ എന്ത് ചന്തമാണെന്നറിയോ? ഇതാരേ ഈ കട്ടുറുമ്പ്, അത് ഈ നേരത്ത്? ഓ മൈ ഗോഡ്, ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിച്ചേട്ടോ. കട്ടുറുമ്പാണെന്ന് പറഞ്ഞാൽ തനിക്ക് ദേഷ്യം വരും. തന്റെ മമ്മിയാ. ഹലോ മാഡം. ആ നവീൻ, ഈ നേരത്ത് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഗാഥമോളുണ്ടോ അടുത്ത്? ഉണ്ട് മാഡം, ഞാൻ ഫോൺ സ്പീക്കറിലിടാം, സംസാരിച്ചോളൂ. നവീൻ, എന്റെ ബിസിനസ്സുകളിൽ ഭൂരിഭാഗവും മോളുടെ പേരിലാണെന്നറിയാലോ. നാളെ വെളുപ്പിന് എനിക്ക് മോളുടെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എമർജൻസിയാ. അതിനെന്താ മാഡം, നാളെ വെളുപ്പിന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് വരാം. പോകുന്നതിന് മുമ്പ് ഒരുപാട് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനുണ്ട്. ഗാഥമോളെ ഇപ്പൊ തന്നെ എന്റെ അടുത്തേക്കൊന്ന് അയക്കാവോ നവീൻ? അത് മാഡം, ഇതിങ്ങനെ പെട്ടെന്നിങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നവീൻ അറിയാലോ നമ്മുടെ ബിസിനസ് ഫീൽഡിലെ എമർജൻസികളെ കുറിച്ചൊക്കെ. എല്ലാ ഡോക്യുമെന്റ്സും സൈൻ ചെയ്ത് ഫൈനൽ ചെയ്തിട്ട് നാളെ രാവിലെ ഏറ്റവും ചുരുങ്ങിയതൊരു 4 മണിക്കെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് പോയേ പറ്റൂ. ഞാൻ വരാം മമ്മി. ഓക്കെ മോളെ. നവീൻ, ഒരു കാര്യം കൂടെ. മോൾ ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നാലും നാളെ മറ്റന്നാളും കഴിഞ്ഞേ അവൾ അങ്ങോട്ടേക്ക് തിരിച്ചു വരുള്ളൂ.